എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഇന്നോവ ക്രിസ്റ്റ 2.8 Z വണ്ടി വൈറ്റ് വാഹനമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് 2018 മാനുഫാക്ചറിങ്, 18 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന 1,27,000 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന വാഹനമാണ്. ഫുള്ള് കമ്പനി സർവീസ് റെക്കോർഡ്സോട് കൂടിയ വാഹനമാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിശേഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ നിന്നും വാഹനം വാങ്ങിയ ഒരു കസ്റ്റമറുടെ അഭിപ്രായം നമുക്ക് കേൾക്കാം. അത് കണ്ടതിന് ശേഷം നമുക്ക് നേരിട്ട് വണ്ടിയുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുടെ ഒരു വണ്ടിയുടെ ഡെലിവറിയാണ്. ഈ വണ്ടിയും നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള വാഹനം തന്നെയാണ്. ആ വീഡിയോ ഇട്ട് ഉടനെ തന്നെ എന്നെ നാട്ടിൽ കൊച്ചിയിൽ നിന്നും വിളിച്ചു. വണ്ടിയുടെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. എല്ലാം കൊണ്ടും സർവീസ് റെക്കോർഡ്സും എല്ലാ ഡോക്യുമെൻസിൻ്റെയും കോപ്പി ഞാൻ അയച്ചു കൊടുത്തു. അല്ലാതെ തന്നെ ഇവർ അല്ലാതെയും ഇതിനെപ്പറ്റി എല്ലാം ഒന്ന് തിരക്കി അന്വേഷിച്ച് ബോധ്യപ്പെട്ടു. കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്ന് അവർ വരുത്തിയ അന്നേരം തന്നെ നമുക്ക് വണ്ടി ടോക്കൺ അഡ്വാൻസ് ചെയ്തു. പിന്നെ പറഞ്ഞ് ഞങ്ങൾ വന്നിട്ട് വണ്ടി ഓടിച്ച് പോവാണ്, അതാണ് അവർക്കൊരു രസം എന്ന് പറഞ്ഞ് വരാൻ പറഞ്ഞ് വന്നു. അപ്പോൾ പേയ്മെൻ്റ് എല്ലാം ക്ലിയർ ചെയ്ത് വണ്ടി എടുത്തു. അപ്പോൾ നമ്മളുടെ സർവീസും നമ്മൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ പോലെ തന്നെയായിരുന്നു വണ്ടി എന്നുള്ളത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്ന് പറയാം. അതെ, ഞാൻ ആക്ച്വലി ചേട്ടൻ ചെയ്ത ഇൻസ്പെക്ഷന്റെ പുറമെ കൂടെ ഒരു ഇൻസ്പെക്ഷൻ കൂടെ വേറൊരു തേർഡ് പാർട്ടിയിൽ നിന്ന് നടത്തിയായിരുന്നു. അപ്പോഴും ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെയായിരുന്നു കാര്യങ്ങൾ. പിന്നെ അതുകൂടാതെ തന്നെ നമ്മളുടെ ഒരാളായിട്ട് ഈ ഇവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്ന് വളരെ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. എന്തായാലും റെക്കമെൻഡ് ചെയ്യും. വണ്ടി ഹാപ്പി അല്ലേ? അതെ അതെ, വളരെ ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു. 2018 മാനുഫാക്ചറിങ്, 18 രജിസ്ട്രേഷനിലുള്ള സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന 1,27,000 കിലോമീറ്റർ നിലവിൽ ഓടിയിരിക്കുന്ന വാഹനമാണിത്. ഈ വാഹനത്തിൽ ഒരു റീപ്ലേസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് വിൻഷീൽഡ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് കമ്പനിയിൽ നിന്ന് തന്നെ മാറിയിരിക്കുന്ന ടൊയോട്ടയുടെ ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് കിടക്കുന്നത്. അത് നമുക്ക് സർവീസ് റെക്കോർഡ്സിൽ അവൈലബിൾ ആണ്. അതുപോലെ ഈ വാഹനത്തിൻ്റെ ഒരു പീസിൽ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് ലെഫ്റ്റ് സൈഡിൽ ഫ്യൂൽ ടാങ്ക് സൈഡിലത്തെ ക്വാർട്ടർ പാനലാണ് റീപെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. അതും നമുക്ക് കമ്പനിയിൽ നിന്ന് തന്നെ ചെയ്തതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മുടെ ഹിസ്റ്ററിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പെയിൻ്റ് എല്ലാം ചെക്ക് ചെയ്തതാണ്, ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതാണ്. ഇനി നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ചിട്ട് എല്ലാ പെയിൻറ്റും ഒന്ന് നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ചെക്ക് ചെയ്ത് പോകാം. ഞാൻ ഓൾറെഡി ഇത് ചെക്ക് ചെയ്തതാണ്, പക്ഷേ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊന്നും കൂടി എടുക്കുകയാണ്. ഈ ഭാഗത്തൊന്നും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റും വന്നിട്ടില്ല. പ്രോപ്പർ കമ്പനി സർവീസിൽ തന്നെയാണ് പോയിട്ടുള്ളത്. 1,25,000 ലാസ്റ്റ് സർവീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വിൻഷീൽഡ് മാറിയതും ഈ ക്വാർട്ടർ പാനൽ പെയിൻറ്റ് ചെയ്തതും ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിൽസും ഈ 2 വർക്കുകളെ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ. അത് നമ്മളുടെ ഹിസ്റ്ററിക്കകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് 2-3 കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു നമുക്കപ്പോൾ അവർ നേരിട്ട് വന്ന് വണ്ടി ഓടിച്ചു പോവുകയാണ് ചെയ്തത്. ഒരു വണ്ടി നമ്മൾ ട്രക്ക് ചെയ്തു, ബാക്കിയൊക്കെ അവർ ഓടിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പം അതിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുള്ളത്. ഇനി ഒരു റിവ്യൂ കൂടെ നമുക്ക് വരാനുണ്ട്. അത് അടുത്ത വീഡിയോയിൽ നമ്മൾ അദ്ദേഹം ഓടിച്ചു പോയി അദ്ദേഹത്തിൻ്റെ വീട്ടിലും കൂടെ പോയി നമ്മൾ അദ്ദേഹത്തായിട്ട് സംസാരിച്ചിട്ട് അതിൻ്റെ റിവ്യൂവും കൂടെ ഉൾപ്പെടുത്തണമെന്നാണ് ആഗ്രഹം. സാധിക്കുമെന്നറിയത്തില്ല, കാരണം അദ്ദേഹത്തിന് നമ്മൾ ചെല്ലുന്ന സമയത്ത് അസൗകര്യം വല്ലതും ഉണ്ടെങ്കിൽ പാടാണ്. അപ്പോൾ ഈ ഒരു ക്വാർട്ടർ പാനലിൻ്റെ ഈ ഒരു ഭാഗമാണ് നമുക്ക് കമ്പനിയിൽ നിന്ന് തന്നെ ഇവിടെ ഒരു സ്ക്രാച്ച് വന്നിട്ട് റിപ്പയർ ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പുറകിലേക്ക് വരാം. ഡിക്കിയിലെല്ലാം ഒരേ വോളിയത്തിലാണ് കിടക്കുന്നത്. യാതൊരുവിധ റീപെയിൻറ്റും ഒന്നും തന്നെ വന്നിട്ടില്ല.
ഞാൻ ഇച്ചിരി സ്പീഡിൽ പോവുകയാണ്. അപ്പോൾ ഡൽഹിയിൽ നിന്നും ഒരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ മിക്കവാറും ഇവിടെ ഡൽഹിയിൽ തന്നെയാണ് എപ്പോഴും ഉള്ളത്. വളരെ ഒരു 2 മാസമൊക്കെ കൂടുമ്പോഴാണ് നമ്മൾ നാട്ടിൽ പോകാറുള്ളത്. അതും ഏതെങ്കിലും വണ്ടി അത്യാവശ്യം നാട്ടിൽ കൊടുക്കണം എന്നുള്ളപ്പോൾ നമ്മൾ ബൈ റോഡ് ഞാൻ തന്നെയാണ് കൊണ്ട് കൊടുക്കുക. നമ്മൾ വേറെ ഡ്രൈവറിനെ ഒന്നും വെച്ചല്ല വിടുക, നമ്മൾ തന്നെ നേരിട്ട് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രീമിയം വണ്ടികൾ ഉൾപ്പെടെ എല്ലാ വണ്ടികളും നമ്മൾ ചെയ്യുന്നുണ്ട്, ചെറിയ വണ്ടികളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിന് ഇണങ്ങിയ ഒരു വാഹനം നിങ്ങൾ ഡൽഹിയിൽ നിന്ന് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഒരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും കോട്ടയം കാർസിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ വിളിക്കുമ്പോൾ നമ്മളോട് പ്രത്യേകമായിട്ട് പറയണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന വാഹനം, അതിൻ്റെ വേരിയൻറ്റ് ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ ഉദ്ദേശിക്കുന്നത്, അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പറയണം. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഈ വീഡിയോയിലും പറയുകയാണ്, നമ്മളുടെ വണ്ടികളെല്ലാം തന്നെ ഉള്ളത് ഡൽഹിയിലാണ്. അപ്പോൾ ഡൽഹിയിലെ ആസ്കിങ് റേറ്റ് ആണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ നാട്ടിൽ വണ്ടി രജിസ്റ്റർ ചെയ്യുന്നിടം വരെ നിങ്ങൾക്ക് എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ്, അതുപോലെ നിങ്ങൾക്ക് എന്തെല്ലാം ബാക്കി സപ്പോർട്ടുകൾ ഇവിടുന്ന് ആവശ്യമുണ്ടോ അതെല്ലാം നമ്മൾ ചെയ്തു തരും. നിങ്ങൾ വണ്ടി രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ പേരിലാക്കിയെന്ന് ഉറപ്പ് വരുത്തുന്നിടം വരെ നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെ എല്ലാ കാര്യത്തിനും ഉണ്ടാവും. ബോണറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റ് വന്നിട്ടില്ല. ഓൾ ഒറിജിനൽ വോളിയത്തിൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. കമ്പനി പെയിൻ്റാണ് ഫുള്ള് കിടക്കുന്നത്. ഒരു ചെറിയ പീസ് റീപെയിൻറ്റ് വന്നിരിക്കുന്നു, കമ്പനിയിൽ നിന്ന് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ റീപെയിൻറ്റും റീപ്ലേസും എടുത്ത് ഒന്നും കൂടെ പറയുകയാണ്. ക്വാർട്ടർ പാനൽ റീപെയിൻറ്റ് വന്നിട്ടുണ്ട്, അത് കമ്പനിയിൽ നിന്നാണ്. ഈ ഗ്ലാസ് മാറിയിട്ടുണ്ട്, അതും കമ്പനിയിൽ നിന്ന് തന്നെ മാറിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിനി ഓരോ വശത്തുനിന്നും പരിചയപ്പെട്ടു വരാം. ഈ ഭാഗത്തൊന്നും ഡെൻ്റൊന്നും വന്നിട്ടില്ല, സ്ക്രാച്ചും ഒന്നും തന്നെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് ഈ ഡോറിലേക്ക് വരാം. ഈ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഇവിടെ കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് ആണ് വന്നിട്ടുള്ളത്. ഡോർപാഡിലേക്ക് വരുമ്പോൾ നല്ല വൃത്തിയിൽ തന്നെ ഫ്രണ്ടിലത്തെ ഡോർപാടുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് ഡ്രൈ ക്ലീൻ ചെയ്തെടുക്കണം. ഞാൻ എപ്പോഴും എല്ലാ വണ്ടിയിലും പറയുന്ന പോലെ തന്നെ ഈ മേളത്തെ പഞ്ചിങ് ഒക്കെ കൃത്യമായിട്ട് ഉണ്ട്. ഇവിടെ യാതൊരുവിധ വർക്കുകളും ചെയ്തിട്ടില്ല. ഈ ഭാഗത്തും വർക്കുകളൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഈ പുറഭാഗത്തെ ഡോറിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ എല്ലാം ഗ്ലാസ്സുകൾ ഒറിജിനലാണ്. ഇവിടുത്തെ പേസ്റ്റിങ്ങും കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് ആണ്. ഈ ഡോർപാഡിൽ നിന്ന് ചെളിയൊന്നുമില്ല, പക്ഷെങ്കിൽ ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ട് ഫെയ്ഡായിട്ടുണ്ട് കളറ്. ഇങ്ങനെ എന്തോ ഉറഞ്ഞുറഞ്ഞുറഞ്ഞ് ഈ ഭാഗത്തൊരു ശകലം കളറ് ഫെയ്ഡായിട്ടുണ്ട്. ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് എല്ലാം ഉണ്ട്. ഈ ഭാഗങ്ങളിലൊന്നും യാതൊരുവിധ ബോഡി വർക്കുകളും ചെയ്തിട്ടില്ല. ഈ ഡോറിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറിയ സ്ക്രാച്ചിങ് ഒക്കെ ഉണ്ട്. അതൊക്കെ നോർമലി നമ്മളൊരു ചെയ്തെടുക്കണം, ചെറിയതായിട്ടൊന്ന് ബഫ് ചെയ്ത് പോളിഷ് ചെയ്തെടുക്കേണ്ടതാണ് ഈ ഭാഗമൊക്കെ. പിന്നെ ഈ ക്വാർട്ടർ പാനലിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ ബോഡി ലൈൻ എല്ലാം ക്ലിയർ ആണ്. ഇവിടെ ഒന്നും സ്ക്രാച്ചൊന്നും തന്നെ വന്നിട്ടില്ല. നമുക്ക് ഡിക്കിയുടെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ടെയിൽ ലൈറ്റിലേക്ക് വരുമ്പോഴത്തേന് 2 ടെയിൽ ലൈറ്റിലും ക്രാക്കും സ്ക്രാച്ചും ഒന്നും തന്നെയില്ല. അത് നല്ല ഒറിജിനൽ കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. പുറകിലത്തെ ഗ്ലാസ് ഒറിജിനൽ ഗ്ലാസ് ആണ്. ഇനി നമുക്ക് ഡിക്കിയുടെ ഉൾവശം ഒന്ന് പരിശോധിക്കാം. ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ പേസ്റ്റിംഗ് എല്ലാം കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് ആണ്. ഈ ഭാഗങ്ങളിലൊന്നും യാതൊരുവിധ വർക്കുകളും ചെയ്തിട്ടില്ല. ഈ ഭാഗത്തെയും പഞ്ചിങ് മാർക്കുകളെല്ലാം ക്ലിയർ ആണ്. താഴെ വശത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ഭാഗം കാണുമ്പോൾ അറിയാം, ഇവിടെ ഒന്നും യാതൊരുവിധ വർക്കുകളും ചെയ്തിട്ടില്ല. ഇവിടുത്തെ പഞ്ചിങ് എല്ലാം ക്ലിയർ ആണ്. ഈ വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും പഞ്ചിങ് മാർക്കുകളെല്ലാം കൃത്യമായിട്ട് തന്നെ ഉണ്ട്, വർക്കുകളൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഡിക്കിയിലെ പേസ്റ്റിങ്ങും കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് തന്നെയാണ്. ഇന്ന് നമ്മൾ ഇച്ചിരി സ്പീഡിൽ പറഞ്ഞു പോവാണ്. ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേന് ഇവിടെ എങ്ങും യാതൊരുവിധ സ്ക്രാച്ചോ ഡെൻറ്റോ ഒന്നും തന്നെ വന്നിട്ടില്ല. ബോഡി ലൈൻ എല്ലാം നല്ല ക്ലിയർ ആണ്. ഈ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് തന്നെയാണ് ഇതിലുള്ളത്. ഡോർപാടെല്ലാം നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഈ വശത്തേക്ക് വരാം. ഈ പില്ലറിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് കാണാം.
മുകൾ വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ്ങുകൾ നമുക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് ഫ്രണ്ട് ഡോറിലേക്ക് വരാം. ഈ ഗ്ലാസ്സുകളെല്ലാം ഒറിജിനലാണ്. ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഡോർ പാഡെല്ലാം നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. സ്വിച്ചുകളൊന്നും ഡാമേജ് ആയിട്ടില്ല. ഈ ഭാഗമൊക്കെ നമ്മളൊന്ന് ഡ്രൈ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കണം, അതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ബോണറ്റ് തുറന്നൊന്ന് പരിശോധിക്കാം. അതുകൂടാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിൻ്റെ സൗണ്ടും നമുക്കൊന്ന് കേൾക്കാം. ബോണറ്റിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് കമ്പനി ഒറിജിനൽ ബോണറ്റാണ്. ഇതിൽ യാതൊരുവിധ വർക്കുകളും ചെയ്തിട്ടില്ല. പേസ്റ്റിംഗ് എല്ലാം ഒറിജിനലാണ്. ഈ അപ്രോണിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് അവിടെയും വർക്കുകളൊന്നും തന്നെ ചെയ്തിട്ടില്ല. പുതിയ ബാറ്ററിയാണ് ഇതിൽ ഇരിക്കുന്നത്. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെ നമുക്ക് പഞ്ചിങ് മാർക്ക് കാണാവുന്നതാണ്. ഈ ഭാഗങ്ങളിലൊന്നും യാതൊരുവിധ വർക്കുകളും ചെയ്തിട്ടില്ല. ഈ ഭാഗത്തെ അപ്രോണിലേക്ക് വരുമ്പോഴും അവിടെയും യാതൊരുവിധ വർക്കുകളും ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു എൻജിനാണ്. ഒരു എക്സ്ട്രാ നോയ്സോ ഒന്നും തന്നെയില്ല. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് വാഹനം പോകുന്ന. ഗിയർ ഷിഫ്റ്റും കാര്യങ്ങളും എല്ലാം സ്മൂത്താണ്. നമുക്ക് ഇതിൻ്റെ ഓയിൽ നോക്കുമ്പോൾ നല്ല പുതിയ ഓയിലാണ് ഇതിൽ കിടക്കുന്നത്. 2000 കിലോമീറ്റർ പോലും ആയിട്ടില്ല ഈ വണ്ടി സർവീസ് ചെയ്തിട്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ വശങ്ങളിലേക്കും ടയറിൻ്റെ ഭാഗത്തേക്കും ഒക്കെ പോകാം. ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേന് നമ്മളൊന്ന് ഡ്രൈ ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്യേണ്ട വരും, അതേ ഉള്ളൂ. സ്റ്റിയറിങ്ങിലെങ്ങും സ്വിച്ചുകളൊന്നും ഡാമേജ് ആയിട്ടില്ല. സെൻട്രൽ കൺസോളിലേക്ക് വരുമ്പോൾ അവിടെ എല്ലാം നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. എ സിയുടെ വെൻറ്റുകളൊന്നും പൊട്ടിയിട്ടൊന്നുമില്ല. സാധാരണ ഇന്നോവ ക്രിസ്റ്റയിൽ അങ്ങനെ ഒരു പ്രശ്നം വരാറുണ്ട്. ബാക്കി ഇൻറ്റീരിയർ എല്ലാം വൃത്തിക്ക് തന്നെയാണ് കിടക്കുന്നത്. കമ്പനി ഒറിജിനൽ ലെതർ സീറ്റുകളാണ് ഇതിലുള്ളത്. ഇൻറ്റീരിയർ അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുറകു വശത്തേക്ക് പോകാം. പുറകു വശത്ത് ഡോർ പാഡുകളിലേക്ക് വരുമ്പോൾ അതെല്ലാം നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ക്യാപ്റ്റൻ സീറ്റുകളാണ് ഇതിൽ വരുന്നത്. 7 സീറ്റർ വാഹനമാണ്. ഇൻറ്റീരിയർ എല്ലാം നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. റൂഫിലേക്ക് വരുമ്പോൾ റൂഫിലെങ്ങും യാതൊരുവിധ ചെളിയോ ഒന്നും തന്നെ വന്നിട്ടില്ല. എല്ലാം നല്ല വൃത്തിയിൽ തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതിപ്പോൾ ടയർ പോളിഷ് അടിച്ചിരിക്കുന്നതാണ്. ഇത് 2023 മാനുഫാക്ചറിങ്ങിലുള്ള ടയറാണ്. അപ്പോളോയുടെ 4 പുതിയ ടയറുകളാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഒരു 70% സ്റ്റെപ്പിനിയാണ് ഈ വാഹനത്തിലുള്ളത്. അതുപോലെ നമ്മൾ ഈ വാഹനം എടുത്താൽ ഇൻറ്റീരിയറൊക്കെ നല്ലതായിട്ടൊന്ന് നമ്മൾ പോളിഷ് ചെയ്യണം, ഒന്ന് ഡ്രൈ ക്ലീൻ ചെയ്യണം. അതുപോലെ ഈ വാഹനത്തിൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചുകളാണുള്ളത്, അല്ലാതെ മേജറായിട്ടുള്ള റീപെയിൻറ്റ് ചെയ്യേണ്ട രീതിയിലുള്ള സ്ക്രാച്ചുകളൊന്നും തന്നെയില്ല. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ബഫ് ചെയ്ത് പോളിഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു വാഹനമാണ്. അതുപോലെ ഇതിൻ്റെ കളറ് വൈറ്റ് കളറിനും നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഒരു 100 പേര് നമ്മളെ കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ 90 പേരും ചോദിക്കുന്ന ഒരു കളർ വൈറ്റാണ്. അപ്പോൾ ഇതൊരു വൈറ്റ് കളർ വാഹനമാണ്. വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനമാണ്. പീരിയോഡിക് സർവീസ് ആണെങ്കിലും എല്ലാം കൃത്യമായിട്ട് ചെയ്തു പോയിരിക്കുന്ന വാഹനമാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റ് വന്നിരിക്കുന്ന ഈ ഫ്രണ്ട് ഗ്ലാസ് പോലും അവർ കമ്പനിയിൽ നിന്ന് തന്നെ മാറിയിട്ടുള്ള ഗ്ലാസ്സാണ്. 2018 മാനുഫാക്ചറിങ്, 18 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന 1,27,000 കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡ്സോടുകൂടി ഓടിയിരിക്കുന്ന വാഹനമാണിത്. അതുപോലെ തന്നെ 2.8 Z വേരിയൻറ്റിലുള്ള വാഹനങ്ങൾ ഇപ്പോൾ നിലവിലില്ലാത്തതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ ഡിമാൻഡ് വളരെയധികം കൂടിയിട്ടുണ്ട്. 2.8 സീരീസിലുള്ള സെഡിനാണെങ്കിലും ജി ഓട്ടോയ്ക്കാണെങ്കിലും നല്ല ഡിമാൻഡാണ്. അപ്പം ഒരു പ്രത്യേകത ഞാൻ നോക്കിയപ്പോൾ തന്നെ സർവീസ് റെക്കോർഡ്സ് നോക്കിയപ്പോൾ ഇതിൽ എന്തെങ്കിലും ചെറിയ വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും, ആ ക്വാർട്ടർ പാനലിൻ്റെ ചെറിയൊരു സ്ക്രാച്ചിൻ്റെ ഒരു വർക്കാണെങ്കിൽ പോലും അത് അവർ കമ്പനിയിൽ നിന്ന് ചെയ്തുകൊണ്ട് തന്നെ നമുക്കത് വിശ്വസിച്ചെടുക്കാൻ പറ്റും. എല്ലാം തന്നെ സർവീസിൽ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനത്തിന് ഇവർ ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 16 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റാണ്.
ടൊയോട്ടയുടെ വണ്ടികൾ മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, എല്ലാ സെഗ്മെൻറ്റിലുമുള്ള പ്രീമിയം ആണെങ്കിലും ചെറിയ വാഹനങ്ങളാണെങ്കിലും എല്ലാ കാറ്റഗറിയിലുള്ള വാഹനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഡൽഹിയിൽ നിന്ന് വണ്ടി പർച്ചേസ് ചെയ്ത് നാട്ടിലെത്തിച്ച് നിങ്ങളത് രജിസ്റ്റർ ചെയ്യുന്നിടം വരെ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യം ആവശ്യമുണ്ടോ അതെല്ലാം നമ്മൾ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ തന്നെ ചെയ്തു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഡൽഹിയിൽ നിന്ന് വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മൾക്ക് ഒരുപാട് പേര് കമൻറ്റുകളിലൂടെ അല്ലാതെ പേഴ്സണലായിട്ടും നമുക്ക് മെസ്സേജ് അയച്ചുമൊക്കെ നമുക്ക് നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ പറയാറുണ്ട്. അവർക്കെല്ലാം ഒരുപാട് നന്ദി. നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള നമ്മുടെ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അത് പറഞ്ഞു തരുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും പിന്തുണ ഇനിയും ഉണ്ടാകണം. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് നിങ്ങൾ നമ്മുടെ ചാനലിനെ പ്രൊമോട്ട് ചെയ്ത് സഹായിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഇനിയും നല്ലൊരു വാഹനത്തിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണുന്നിടം വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ.